ഈ വീഡിയോ എങ്ങനെയാണ് ഇൻഷൂട്ട് എഡിറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചാലോ? പോകാം വീഡിയോയിലോട്ട്. ആദ്യം ഇൻഷൂട്ട് ഓപ്പൺ ചെയ്ത് ഫോട്ടോസ് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യണം. ഗാലറി കാണും. ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എല്ലാം ഗൂഗിളിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ വീഡിയോസും ക്യാൻവാസിൽ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാൻവാസ് ചെയ്തതിന് ശേഷം ഇൻഷൂട്ട് പ്രൊമോ ഫ്രീ റിമൂവ് ചെയ്യണം. ഇനി അടുത്തത് ഫിൽറ്ററിൽ കയറി അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് ആ ജസ്റ്റ് ബ്ലാക്ക് പോലെ എങ്കിൽ നമ്മൾ വരികൾ അതിൻ്റെ ആഡ് ചെയ്യുമ്പോൾ ഒരു എടുപ്പിലത് നിൽക്കത്തുള്ളൂ. ഓക്കെ, എല്ലാ ഫോട്ടോസും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എഫക്റ്റിൽ കയറി നമ്മളെന്താണ് ബീഡ്സ് അതിൽ ബ്ലാക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് സ്ട്രെങ്ത് ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം സ്ട്രെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മളുടെ ഓരോ ഫോട്ടോസിനും ഫുള്ള് ബ്ലാക്ക് യൂസ് ചെയ്യാതെ പകുതി ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്, കാരണം എല്ലാ ഫോട്ടോയിലും പകുതി ബ്ലാക്ക് ആ ഒരു ബ്ലാക്ക് ഇത് വേണം, എഫക്റ്റ് വേണം. എഫക്റ്റ് എല്ലാത്തിലും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും എഫക്റ്റിൽ കയറി ബ്ലർ യൂസ് ചെയ്യണം. അതിൽ ബ്ലറിൽ വേണ്ടത് ബാസ്, അതും നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ആ ഒരു അളവിന് തന്നെ ഇതും ചെയ്ത് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്, കാരണം എല്ലാ ഫോട്ടോസിനും ആ ബ്ലർ ആഡ് ചെയ്യണം. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സോങ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ മൈ മ്യൂസിക്കിൽ പോയി എനിക്ക് ഇഷ്ടമുള്ള ഞാൻ മുൻപേ വാ സോങ്ങാണ് യൂസ് ചെയ്യുന്നത്.
സോങ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം, വരികൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി വരികൾ വേണം. അത് ഗൂഗിളിൽ പോയി മുൻപേ വാ സെർച്ച് ചെയ്ത് അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ എഡിറ്റിങ്ങിൽ പോയി പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഹാൻഡ് റൈറ്റിങ് നമുക്ക് പല രൂപത്തിലാക്കാം. ഇപ്പം ഇവിടെ ഞാൻ ആംഗിൾ ഫേസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു ഇതും ഈ ഒരു ഇതിൽ കയറി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വീണ്ടും ടെക്സ്റ്റിൽ നീക്കി അടുത്ത വരികൾക്കനുസരിച്ച് വീണ്ടും വേണ്ടാത്ത വരികളെല്ലാം ഡിലീറ്റ് ചെയ്ത് ആവശ്യമുള്ള വരികൾ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ആ ഒരു ഫോട്ടോയും ആ സോങ്ങിന് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അതേപോലെ എല്ലാം ഇതേപോലെ ചെയ്യണം. ഓക്കെ, വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പോർട്ട് കൊടുത്ത് വീഡിയോ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്യാം.